അഭിനയം മാറ്റിവെച്ച് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്താ എൻ്റെ ഹോബി എന്ന് പറയും? അഭിനയം മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ട് അഭിനയം ഞാൻ അങ്ങനെ ഹോബി എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്ക് അങ്ങനെ ഉള്ള ഒരാളല്ല. ഇപ്പോൾ രാവിലെ എണീക്കുക, പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ കാപ്പ് കുടിക്കുക. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റിട്ട് പേപ്പർ വായിക്കാതിരിക്കാം, കാപ്പ് കുടിക്കാതിരിക്കാം, അങ്ങനെ ഹാബിറ്റേ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹോബീസ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ട്രാവൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുസ്തകം വായിക്കാറുണ്ട്. സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അല്ലാതെ ഇതാണ് ഞാനിങ്ങനെ പ്രത്യേക ഒരു രാഗത്തിലുള്ള പാട്ട് മാത്രം കേൾക്കും എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. ഞാൻ എല്ലാ പാട്ടുകളും കേൾക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പുസ്തകങ്ങളും കിട്ടിയാൽ വായിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സിനിമകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹോബി എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല. നടൻ എന്ന രീതിയിൽ ഇപ്പം ഞങ്ങളെ പോലുള്ളൊരു പുതിയ ആൾക്കാരിപ്പം സിനിമയിൽ ശരിക്കും കാലുകുത്തിയിട്ടേ ഉള്ളൂ, വലുത് ഒന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പുതിയ ആൾക്കാരെ സംബന്ധിച്ച് കാത്തു സൂക്ഷിക്കേണ്ട സ്വഭാവത്തിലായാലും നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ എങ്ങനെ മനസ്സിൽ ആക്കണം എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെ ഒരു ക്യാരക്ടറിനെ ഫേസ് ചെയ്യണം എന്നുള്ള ഇതൊക്കെ ലാലേട്ടൻ്റെ എന്താണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതിനെ പറ്റിയിട്ട്? അഡ്വൈസ് ഒക്കെ ഞാൻ വെറുതെ കൊടുക്കാറില്ല. അല്ല, ഞങ്ങൾ ഈസിയായിട്ട് കൊടുക്കാൻ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നൊക്കെ നമുക്കൊരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. ദാറ്റ് ഈസ് നിങ്ങളുടെ ഇൻ്റലിജൻസാണ്, നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയാണ് അതിനോടുള്ളത്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്ന കാര്യം, ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച അതേ ഫയറോട് കൂടിയാണ് ഇപ്പം നാളത്തെ ഷൂട്ടിങ്ങിലുണ്ടാകുന്നത്. അപ്പോൾ അതൊരു പാഷനാണ്. പിൽക്കാലത്താണ് ആ പാഷനിലേക്ക് ഞാൻ വന്നത്, അല്ലേ? നമ്മൾ ആദ്യം ഒരു സിനിമ അഭിനയിച്ച് തുടങ്ങുമ്പോഴുള്ളൊരു പെപ്പുണ്ട്, ഒരു ത്രില്ലുണ്ട്. അതിപ്പോൾ അതേ ത്രില്ലിൽ തന്നെയാണ് നമ്മുടെ പ്രൊഫഷനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു സ്നേഹം എന്ന് പറയും. പലരും ചോദിക്കും മോഹൻലാൽ എപ്പോഴാണ് സിനിമയിൽ അഭിനയം നടത്തുന്നത്. അപ്പോൾ എനിക്ക് ഇതിനോടൊരു താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ നടത്തും. അപ്പോൾ ആ താല്പര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഫയർ, ഈ പാഷൻ എന്ന് പറയുന്ന അഭിനയത്തോടുള്ള. പിന്നെ നല്ല കഥാപാത്രങ്ങൾ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു, ഇതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യത്തിൻ്റെ ഒരു ഇതാണ്. നമ്മൾ മാത്രം ഭയങ്കരമായിട്ട് അഭിനയിച്ചാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സിനിമയിൽ വന്ന, അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടിയൊക്കെ വന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഈറയായിരുന്നു. വളരെയധികം സംവിധായകർ, കഥകൾ, കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതാ ഒരു സൈക്കിളാണ്. തീർച്ചയായിട്ടും ഇനിയും അത് വീണ്ടും അത്തരത്തിലുള്ള ആൾക്കാർ വരും, നല്ല സിനിമകളുണ്ടാകും. അപ്പോൾ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള, പിന്നെ ഇതാണ് അതിൻ്റെ ഒരു നമ്മുടെ പ്രൊഫഷനോടുള്ള ഒരു സത്യസന്ധത എന്ന് പറയല്ലേ. നമ്മളതിനൊരു കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. വേറെ ഭയങ്കര ക്വാളിറ്റീസ് ഒന്നും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് വേണേലും ഒരുപാട് സിനിമകൾ ചെയ്യാൻ, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. അതിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.